നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമേരിക്കയിലെ എൻഡ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അമേരിക്കയിലെ ലോങ് ഐലൻഡിൻ്റെ അറ്റമാണ്. ഇവിടെ 2-3 സമുദ്രങ്ങൾ ഒന്നിച്ച് കയറുന്ന സ്ഥലമാണ്. നമുക്കത് കാണാം. ഇവിടെ ഇവിടുത്തെ ലൈറ്റ് ഹൗസാണ്. നമുക്കതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇത് മുഴുവൻ കാണാം. അത് ഇവിടുത്തെ ഒരു മൂടൽമഞ്ഞ് മൂടിക്കിടക്കുക. ഇന്ന് ഇവിടുത്തെ മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞിട്ടൊരു അവധി ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റ് വലിയൊരു പാർക്ക്. ഇത് എൻഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ ഭൂമിയുടെ അറ്റം ആയിട്ടാണ് അവർ പറയുന്നത്. ഇതിനപ്പുറം നമുക്ക് കാണാൻ കടൽ കണ്ടാൽ കമം നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ ഇങ്ങനെ താഴോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ കടല ഇത് കണ്ടിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കടൽ ഇത് ചുറ്റിക്കിടക്കുക. ഇതൊരു കോർണറാണ് ഈ സ്ഥലം. ഈ അമേരിക്കയുടെ തന്നെ ഇതിനപ്പുറത്ത് പിന്നെ ഭൂമിയില്ല. ഇതങ്ങ് പിന്നെ കടൽ അങ്ങനെ അങ്ങ് പോകുക. നമുക്ക് ഇവിടെയൊക്കെ നിന്നാൽ നല്ലതായിട്ട് കാണാം. ഇവിടെ ഈ വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. നമുക്ക് ബെസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ വ്യൂ ഇവിടെ നിന്നിട്ട് നമുക്ക് താഴോട്ട് പോയാൽ ആക്ച്വലി അതിൻ്റെ പിന്നെ അവിടെ അതിൻ്റെ അടുത്തൊക്കെ ചെല്ലാം. പക്ഷേ താഴോട്ട് ഇപ്പം നമ്മൾ പോകുന്നില്ല. ഇവിടെ ഈ കടൽ നമ്മൾ കാണുമ്പോൾ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ ചുറ്റിക്കിടക്കും. ഈ നമ്മൾ നിൽക്കുന്നത് ഒരു കോർണറിലായി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചുറ്റിക്കിടക്കുകയാണ് കടൽ ഫുള്ളായിട്ട്. ഇതിങ്ങനെ ചുറ്റിയാണ് ഈ കടൽ കിടക്കുന്നത്. കറങ്ങി കിടക്കും. ഇതിൻ്റെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. കടലിങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇങ്ങനെ അറ്റത്തെ സ്ഥലം. ഇവിടെ ഈ സമയത്ത് ടൂറിസ്റ്റുകൾ ഒത്തിരി വരും. ഇവിടെ അമേരിക്ക തന്നെയുള്ള ആൾക്കാർ അവരുടെ ജോലി ഭാരങ്ങളെല്ലാം എന്നും ഭയങ്കര ടൈറ്റ് ജോലിയും തിരക്കുകളുടെ ജീവിതമാണല്ലോ അമേരിക്കയിലെ ലൈഫ്. അപ്പോൾ അവർ ഇന്നത്തെ ഒരു അവധി ദിവസമാണ്. ഇത് മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞ ഇവിടുത്തെ അവധി ദിവസം. ആ സമയത്തൊക്കെ ഇവരിവിടെ വരികയും ഇതെല്ലാം പിന്നെ അവർ ഒത്തിരിയധികം ഫ്രഷ് ആവുന്ന ഫ്രീ ആവുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ആൾക്കാരെല്ലാം കുടുംബമായിട്ട് ഇവിടെ വരികയും ഇവരിതെല്ലാം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു സ്ഥലമായത്. നിരവധി പല കൾച്ചറുള്ള ആൾക്കാരെ ഇവിടെ വരുന്നത്, പല രീതിയിലുള്ളവർ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉള്ള ആൾക്കാരെ കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമുക്ക് കയറാം. നമുക്ക് മുകളിൽ കയറി അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഇത് മുഴുവൻ കാണാം. ഇത് ചുറ്റും ഞാൻ പറഞ്ഞത് ഇതിനെ റൗണ്ട് ചെയ്ത് കിടക്കുന്നത് കടലാണ്. ഇത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ അറ്റ്ലാന്റിക് ഓഷ്യന് ഇതിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് അടുത്ത ഏതോ ഒരു കോണ്ടിനെൻ്റ്. ഇവിടെ അങ്ങ് വലിയ അമേരിക്ക, എനിക്കൊന്നും യൂറോപ്പോ പിന്നെ ഏഷ്യ ഒക്കെ ആയിരിക്കാമെന്ന്. ഇത് 7 കടൽ ചേർന്ന് ഇങ്ങനെ കിടക്കും. ഇത് 7ാം കടലിനക്കരെ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇത് കഴിഞ്ഞിട്ട് 7 കടലിനപ്പുറമാണ് ഇനിയും അടുത്തൊരു ഭൂമിയുള്ളൂ. അതുവരെ പിന്നെ കംപ്ലീറ്റ് കടൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.